ആദ്യം ഉരുളക്കിഴങ്ങും മുട്ടയും ഒന്ന് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയതിന് ശേഷം ഇതിൻ്റെ തൊലി നല്ലപോലെ കളഞ്ഞ് മുട്ടയുടെ തോടെല്ലാം നല്ലപോലെ കളഞ്ഞതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങെല്ലാം നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ മുട്ട ഒന്ന് വരഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഹാഫായിട്ട് മുറിച്ചെടുക്കുക. ഇനി ഒരു മിക്സിയിലേക്ക് 1/4 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് ഒരു നല്ല തിക്ക് പേസ്റ്റാക്കി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനിയൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. സവോള നല്ല ബ്രൗൺ നിറത്തിൽ വഴന്ന് വരുമ്പോഴേക്കും അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴന്ന് അതിൻ്റെ ആ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 100 ml കപ്പിൽ 3 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ കൂട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. മുട്ടയും ഉരുളക്കിഴങ്ങും ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഉരുളക്കിഴങ്ങിലേക്കും മുട്ടയിലേക്കും ഇതിൻ്റെ മസാല ചേരാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് അടുപ്പിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പം നമ്മളുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മളുടെ ഉരുളക്കിഴങ്ങ് മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.